നമസ്കാരം. ബി.ജെ.പിയുടെ യുവ നേതാവും കുടുങ്ങി. ഹണി ട്രാപ്പിൽ പെടുത്തിയത് പണം ചോദിച്ചപ്പോൾ. ബി.ജെ.പിയുടെ യുവ നേതാവും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുൻ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള റോബിൻ രാധാകൃഷ്ണനെതിരെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് ആരോപണവുമായിട്ട് രംഗത്ത് പ്രമുഖർ എത്തിയിരിക്കുന്നു. കണ്ടന്റ് ക്രിയേറ്റർ വേദലക്ഷ്മി, ഫാഷൻ ഡിസൈനർ അഭിൽ ദേവ് എന്നിവരാണ് റോബിനെതിരെ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അഭിൽദേവിന് മാത്രം 45 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായിട്ട് പരാതിയിൽ പറയുന്നുണ്ട്. ചെറിയ തുകകൾ വാങ്ങി വിശ്വാസ്യത നേടിയെടുത്ത ശേഷം സൗഹൃദത്തിന്റെ പേരിൽ പലപ്പോഴായി വലിയ തുകകൾ തട്ടിയെടുക്കുകയായിരുന്നു എന്നാണ് ആരോപണം വരുന്നത്. എന്നാൽ നൽകിയ പണം തിരികെ ചോദിച്ചപ്പോൾ റോബിൻ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയെന്നും ഹണി ട്രാപ്പിൽ കൊടുക്കുമെന്ന് പറഞ്ഞതായിട്ടാണ് വേദലക്ഷ്മി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എസ് സുരേഷ് ഇടപെട്ടു. പണം തിരികെ നൽകാൻ റോബിന് സമയം കൊടുക്കണമെന്നാണ് സുരേഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ അസഭ്യം പറഞ്ഞുവെന്നും പോലീസിൽ പരാതി നൽകിയെങ്കിലും മൊഴി നൽകാൻ പോലും റോബിന് ഹാജരായിരുന്നില്ല എന്നും ഇവർ പറയുന്നുണ്ട്. പാർട്ടി ബന്ധം ചൂണ്ടിക്കാട്ടി ഇല്ലാതാക്കി കളയുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നുകൂടി ഇരുവരും പറയുന്നു. റോബിൻ പണം വാങ്ങിയെന്നും തിരികെ നൽകാമെന്നും സമ്മതിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ പുറത്താണ്. അപ്പോൾ ഇതിനിടെ റോബിൻ രാധാകൃഷ്ണൻ ബി.ജെ.പിയിൽ എത്തിയത് സാമ്പത്തിക ലക്ഷ്യം വെച്ചാണ് എന്ന് സൂചിപ്പിക്കുന്ന റോബിന്റെ ഒരു ശബ്ദ സന്ദേശം അത് വേദലക്ഷ്മി തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചിരുന്നു. പാർട്ടി ആശയങ്ങളെക്കുറിച്ച് അറിവില്ല എങ്കിലും സ്ഥാനാർത്ഥിയായാൽ രാഷ്ട്രീയക്കാരനെ പോലെ സംസാരിക്കുമെന്നുള്ള രീതിയിലുള്ള സംഭാഷണങ്ങളാണ് പുറത്തു വന്ന ശബ്ദരേഖയിലുള്ളത്. തനിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിച്ച് അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ഈ റോബിൻ പലവട്ടം ഈ പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ നേരിട്ടെത്തി വേദലക്ഷ്മിക്കെതിരെ പരാതി നൽകി. താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ പാലാരിവട്ടം സ്റ്റേഷൻ നേരിട്ടെത്താൻ റോബിൻ അവരെ വെല്ലുവിളിക്കുകയും ചെയ്തു. അങ്ങനെ പരാതിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ എതിർകക്ഷിയോട് ഹാജരാകാൻ പോലീസ് സമൻസ് അയക്കുന്നു. എന്നാൽ റോബിന്റെ വെല്ലുവിളിക്കും പരാതിക്കും മറുപടിയായിട്ട് വേദലക്ഷ്മി ചെയ്തത് ഇൻസ്റ്റഗ്രാമിൽ പുതിയൊരു വീഡിയോ പങ്കുവയ്ക്കുന്നു. തനിക്ക് ജോലിയുള്ളതിനാൽ വിളിച്ച ഉടൻ സ്റ്റേഷനിൽ വരാൻ സാധിക്കില്ല എന്നും സൗകര്യമുള്ള സമയത്ത് പോലീസിന് മുന്നിൽ ഹാജരാകാൻ വിശദീകരിക്കുമെന്നും അവിടെ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും വേദ വ്യക്തമാക്കുന്നുണ്ട്. തന്റേത് ചെറിയൊരു തുടക്കം മാത്രമാണ് എന്നും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊള്ളൂ എന്നും ഒക്കെയാണ് വേദ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ആളുകളുടെ കയ്യിൽ നിന്നും വാങ്ങിയ പണം തിരികെ നൽകിയ ശേഷം റോബിൻ സംസാരിക്കാവൂ എന്നും ഈ വിഷയത്തിൽ നിന്ന് റോബിൻ രക്ഷപ്പെടാനാകില്ലെന്നും ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെ വേദ പ്രതികരിക്കുകയാണ്. പണ്ട് ഈ മുട്ടനാടുകൾ തമ്മിൽ ഇടിപ്പിച്ചിട്ട് ചോര കുടിക്കാൻ നിൽക്കുന്ന കുറുക്കന്റെ കഥ അത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് 2026 മുട്ടനാടുകൾ കാര്യങ്ങൾ ആലോചിച്ച് മാത്രമേ ചെയ്യത്തുള്ളൂ. അതിനിടയിൽ നിന്ന് ഇടികൊള്ളാൻ പോകുന്ന നീ രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു കാര്യം നമുക്കിവിടെ പറയാതിരിക്കാനും വിട്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അതായത് ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസയൊക്കെ തിരിച്ചു കൊടുക്കുക, എന്നിട്ട് സംസാരിക്കുക. ഇതാണ് വേദ പോലും കുറിച്ച് വെച്ചത്. അപ്പൊ റോബിൻ ഇത്തരത്തിൽ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ റോബിന്റെ പ്രവർത്തനങ്ങൾ ആ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയോ എന്നൊക്കെ ചിന്തിക്കേണ്ടത് ആ പാർട്ടിയാണ്. ബി.ജെ.പിയുടെ യുവനേതാവ് അവസാനം ഇത്തരത്തിലൊരു വിഷയത്തിൽ കുടുങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് പ്രതികരിക്കേണ്ട ബാധ്യത ആ പാർട്ടിക്കുമുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടാകുമോ? ഇതുപോലുള്ളവരെ ചുമക്കേണ്ട ഒരു അവസ്ഥ, അങ്ങനത്തെ ഒരു കാലാവസ്ഥയിലാണോ ബി.ജെ.പി കേരളത്തിൽ പോകുന്നത് എന്നൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവർ പറയുന്ന രീതി അനുസരിച്ചിട്ട് പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ ചെയ്തതെല്ലാം അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ്. പക്ഷെ ആ തെറ്റുകൾ ഏതെങ്കിലും തരത്തിൽ അതിനെ ഡൈല്യൂട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് തെറ്റാണെന്ന് കൂടി പറയട്ടെ. അതുകൊണ്ട് ബി.ജെ.പിയുടെ യുവനേതാവ് കൂടി ഇപ്പോൾ അവസാനം കുരുക്കിലകത്താകുമ്പോൾ ഹണി ട്രാപ്പിൽ പെടുത്തിയത് പണം ചോദിച്ചതാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാർട്ടി ഇത് കണ്ടില്ല എന്നും കേട്ടില്ല എന്നും നടിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയും.